ഇന്ന് തിരുവോണം. ദേശീയോത്സവത്തെ വരവേറ്റ് ലോകമെങ്ങുമുള്ള മലയാളികൾ ഉത്സവത്തിമിർപ്പിലാണ്. പ്രജകളെ കാണാൻ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ എല്ലാം ഒരുക്കി മലയാളി കാത്തിരിക്കുകയാണ്. കുളിച്ചു കുറിതൊട്ട് കോടിയുടുത്തു വേണം സമൃദ്ധിയുടെ ഉത്സവത്തെ വരവേൽക്കാൻ. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന്റെ കൂടി ദിനമാണ് തിരുവോണം. വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണാൻ എല്ലാവരും ഒരുമിച്ചു വേണം. ലോകത്തെവിടെയായാലും മലയാളിക്ക് ഓണം ആഘോഷിക്കാതിരിക്കാനാകില്ല. ഓർമ്മകൾ മനസ്സിൽ ഒരുപാട് പൂക്കളങ്ങൾ ഒരുക്കുന്നു ഈ പൊന്നോണം നാളിൽ. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ മലയാളിയുടെ ഓണാഘോഷങ്ങളിലും പ്രതിഫലിക്കുന്നു. ഒത്തുചേരലിന്റെ ആഴവും പരപ്പുമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാം തിരിയുന്നത് വിപണിയുടെ ചലനങ്ങളിലാണ്. ഒപ്പം എന്തും ലഹരിയുടെ തൊടുകുറി കൂട്ടി ആഘോഷിക്കുന്ന മലയാളിക്ക് ഈ തിരുവോണ ദിനത്തിലും മാറ്റമുണ്ടാകില്ല. എങ്കിലും പൂത്തുമ്പി പാറുന്ന ചിങ്ങവെയിലുദിക്കുന്ന മനസ്സിന്റെ മാമരക്കൊമ്പിൽ ഓർമ്മകൾ ഊഞ്ഞാലാടുന്ന പൊന്നോണ നാളിനെ നിറമനസ്സോടെ വരവേൽക്കാം. ആശംസകളോടെ ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്. ഓണവിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അശ്വതി പിള്ള ചേരുന്നു. അശ്വതി, തിരുവോണ ദിനമാണ്. മലയാളികൾ ഉത്സവ ലഹരിയിലാണ്. നഗരത്തിൽ പക്ഷേ രാവിലെ മുതൽ മഴയാണ്. പുറത്ത് മഴ തകർക്കുമ്പോഴും കുടുംബങ്ങൾ വീടുകൾക്കുള്ളിൽ തിരുവോണ ദിനത്തെ എങ്ങനെ വരവേൽക്കും? ലക്ഷ്മി, അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും തരാൻ കഴിയുന്ന ഒരു വിവരം. പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓണം ഇന്ന് ഒരു ഗൃഹാതുരമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ശരിക്കും ഒരു ഓണ വീട് എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പേരി കഴിക്കുന്ന പുരുഷന്മാരെല്ലാം TV ഒക്കെ കണ്ട് ഉപ്പേരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുട്ടി, ഇവിടെ ഒരു കുഞ്ഞു വാവ പിണങ്ങിയിരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ഗൃഹനാഥനോട് ചോദിക്കാം, അദ്ദേഹത്തിന്റെ ഓണം എങ്ങനെയാണെന്ന് ചോദിക്കാം. ശരിക്കും ഒരു ഓണത്തിന്റെ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. സാറ് നല്ല നേരിയതൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഞങ്ങൾ എല്ലാ ഓണത്തിനും ഞങ്ങളെല്ലാവരും ഇവിടെ അച്ഛനും അമ്മയുടെ കൂടെ ഒത്തുകൂടാറുണ്ട്. മക്കളെല്ലാവരുമായി. അതെ, സദ്യക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സ്ത്രീകളെല്ലാം അടുക്കളയിൽ തിരക്കിലാണ്. അതെ അതെ. ഓണം ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെയാണ്. എപ്പോഴും നമ്മൾ തിരുവോണം വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. അതെ അതെ അതെ. ഗംഭീരമായിട്ടുള്ള ഒരു ഓണ വിരുന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇവര് പുറത്ത് ഊഞ്ഞാലിട്ടിട്ടുണ്ട്. നമുക്കിപ്പോ അസൗകര്യം കൊണ്ട് കാണിക്കാത്തതാണ്. പുറത്ത് ഊഞ്ഞാലിട്ടിട്ടുണ്ട്, അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മുമ്പേ കാണിച്ച റിപ്പോർട്ടിലുള്ളതുപോലെ തന്നെ ഒരു ഓണമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം? ഓണക്കോടിയാണ്. ഇന്ന് പിണങ്ങിയിരിക്കുകയാണ്. ഓണമായിട്ടും പിണക്കം മാറിയിട്ടില്ല. മോന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പ്രധാനമായിട്ടും പോകാൻ പോകുന്നത് ഇന്നത്തെ ഞങ്ങൾ അടുക്കളയിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ അടുക്കളയിലോട്ട് പോവാണ്. ഇന്ന് ഓണത്തിന്റെ ഒരു ഗംഭീര സദ്യ ഒരുക്കാനുള്ള ഒരു ചിട്ടവട്ടത്തിലാണ് ഇവിടുത്തെ ഗൃഹനാഥ. അതിനു മുമ്പ് ഇവിടുത്തെ മുതിർന്ന അമ്മയെ പരിചയപ്പെടാം. അമ്മ കുറച്ച് അസൗകര്യം ഉണ്ട്, അതുകൊണ്ട് അമ്മ ഇരിക്കുകയാണെങ്കിൽ ഓണക്കോടിയൊക്കെ തന്നെയാണ് കോടി തന്നെ. എല്ലാവർക്കും ജയിച്ചിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓണാശംസകൾ. അമ്മ ഒരുപാട് ഓണം കണ്ട് നിറവിലാണ് അല്ലെ? ഓണത്തിന്റെ നിറവിലാണ്. ഞാൻ കോളേജിലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ നിന്ന് മാറിയത്. എല്ലാവരും വന്ന് സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷം. അച്ഛൻ എന്താ പറയാനുള്ള? ഓണം പ്രത്യേകിച്ചൊന്നുമില്ല, തോണത്തെ പോലെ തന്നെ ഇതുപോലത്തെ ഓണം നല്ല ഗംഭീരമായിട്ട് സദ്യ കൊണ്ടാൻ പോവാണ്. പിന്നെ അത് എല്ലാ ഓണത്തിനും ഉള്ളത് തന്നെ സദ്യ. അപ്പൊ നമ്മൾ ഇവിടുന്ന് മുതിർന്നവരെ കണ്ടു കഴിഞ്ഞു. അവരെല്ലാവരും ഓണസദ്യ ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി നമ്മൾ പോകുന്നത് ഗൃഹനാഥയായ ചിത്ര ചേച്ചിയുടെ അടുത്തേക്കാണ്. ചിത്ര ചേച്ചിയുടെ ഒരു പ്രത്യേകമാണെങ്കിൽ പുള്ളിക്കാരി കവയത്രിയാണ്, ഒരു കുടുംബിനിയാണ്, എഴുത്തുകാരിയാണ്, ടീച്ചറാണ്. നമുക്ക് വേണ്ടി ഇന്നിവിടെ ഓണസദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ ഓണവിഭവങ്ങളെല്ലാം ആയോ? എല്ലാം ആയില്ല, കുറച്ച് ഇനി ഉണ്ടാക്കാനുണ്ട്. ഇപ്പം ഓലൻ ആയിക്കൊണ്ടിരിക്കുന്നു. പരിപ്പ് കുറച്ച് അവിയലിന്റെ കുറച്ചും കൂടി ശരിയാക്കാനുണ്ട്. ബാക്കി ഇപ്പം ആക്കി വെച്ചു. അച്ചാറ്, പുളിയിഞ്ചി, ഇഞ്ചിത്തേര്, കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, വെള്ളരിക്ക കിച്ചടി, മാമ്പഴ പച്ചടി,
ഇത് കുറുക്ക് കാളനാണ്. കുറുക്ക് കാളൻ വയലറ്റ് ക്യാബേജ് തോരൻ വെച്ചു. പുളിശ്ശേരി സാമ്പാറുമായി, പരിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് അവൽ പായസമാണ്. ഇത് ചക്കപ്രഥമനാണ്. ചോറും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഗംഭീര ഓണസദ്യ തന്നെയാണ് ചിത്ര ശ്രീകുമാർ ചേച്ചി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജയ്ഹിന്ദ് പ്രേക്ഷകർക്ക് എന്തുകൊണ്ടും പുറത്തുനിന്ന് തരുന്നതിനെക്കാട്ടിലും വലിയൊരു ഓണസദ്യ അല്ലെങ്കിൽ ഓണ വിഭവം തന്നെയാണ് ഞങ്ങൾ ഈ അകത്തു നിന്നും ജയ്ഹിന്ദ് വാർത്താ സംഘം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. സ്ത്രീകളെല്ലാവരും കേരള സാരിയൊക്കെ ഉടുത്ത് ഗംഭീരമായ സദ്യ ഒരുക്കലിന്റെ ഇനിയും ആളുകൾ വരാനുണ്ട്. ചേച്ചിയൊക്കെ വരാറുണ്ട്. ഞങ്ങള് ഗംഭീരമായിട്ടുള്ള സദ്യ ഉച്ചയ്ക്ക് എല്ലാ ഓണത്തിനും ഞങ്ങൾ ഒന്നിച്ച് ഓടും. ഇത് ഹസ്ബൻഡിന്റെ വീടാണ്. ഞങ്ങൾ ഇവിടെ ഒന്നിച്ച് എന്റെ വീട്ടിലേക്കും പോവും. അപ്പൊ അങ്ങനെ ചേച്ചിയൊക്കെ ഇപ്പൊ വരും. എല്ലാവരും ഉച്ചയ്ക്കുള്ള കാത്തിരിക്കുകയാണ്. അവർ വന്നിട്ട് ബാക്കിയുള്ള അതെ അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇൻഫോസിസിൽ ഇന്ന് അവധിയാണ്. അതെ, ഇന്ന് അവധിയാണ്. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഓണക്കോടിയാണ്. അതെ അതെ. അച്ഛനും അമ്മയ്ക്കും എല്ലാം ഓണക്കോടി വാങ്ങിച്ചു കൊടുത്ത് വളരെ ഗംഭീരമായ ഒരു എന്താണ് ചേച്ചി? എല്ലാവരും പരസ്പരം ഓണക്കോടി വാങ്ങിക്കൊടുക്കും. അമ്മയൊക്കെ ഞങ്ങൾക്ക് വാങ്ങിത്തരും. ഞങ്ങൾ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ, സന്തോഷത്തിന്റെ, ആരോഗ്യ സംരക്ഷണത്തിന്റെ, വിഭവ സമൃദ്ധിയുടെ എല്ലാം ഒരു ഉത്സവമായിട്ടാണ് ഓണം. ഈ മഴ വന്നതുകൊണ്ട് ഒരു ചെറിയ വിഷമം അത്രേ ഉള്ളൂ. ഒരിക്കലും മഴ ഇല്ല മഴ. അതെ, ഒരു സുഖം, ഒരു കുളിർമയും കൂടിയുണ്ട്. ഇവിടെ നിന്നും ചേച്ചി പറയുന്നത് പോലെ, ചിത്ര ചേച്ചി പറയുന്നത് പോലെ, ചിത്ര ചേച്ചി നമ്മുടെ ഒരു പരിപാടിയുടെ വിന്നറും കൂടിയാണ്. പച്ചടി കിച്ചടി എന്ന പ്രത്യേക ഓണ പരിപാടിയുടെ വിന്നറും കൂടിയാണ് ചിത്ര ചേച്ചി. എന്ത് തന്നെയായാലും ഇവിടെ ഒരു വിഭവ സമൃദ്ധമായ സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാ ഓണാശംസകൾ നേരുന്നു. ലക്ഷ്മി, ഇത് തന്നെയാണ് ഒരു മഴയ്ക്കോ കാലാവസ്ഥ വ്യതിയാനത്തിനോ മാവേലി അല്ലെങ്കിൽ ഓണം എന്ന ഒരു മലയാളിയുടെ വികാരത്തെ ഒരിക്കലും മറക്കാനാവില്ല. അതിന് എങ്ങനെ തന്നെ ആയാലും മലയാളി ഓണം ആഘോഷിക്കും. ഇൻസ്റ്റന്റ് ആയി ഓണം ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുന്ന കാലം തന്നെ മാറിയിരിക്കുന്നു. എല്ലാവരും അവരവരുടെ വീട്ടിൽ പാചകം ചെയ്ത് അവരവരുടെ അടുപ്പ് പുകച്ച് ഓണസദ്യ ഉണ്ണാനുള്ള തിരക്കിലാണ്. ലക്ഷ്മി, കുടുംബത്തിന്റെ തിരുവോണ ദിന വിശേഷങ്ങളാണ് അശ്വതിപിള്ള പങ്കുവച്ചത്. കൂടുതൽ ഓണവിശേഷങ്ങൾ